പ്രശസ്ത എഴുത്തുകാരൻ വൈക്കം മുഹമ്മദ് ബഷീറിൻ്റെ സഹോദരനായിരുന്നു അബ്ദുൽ ഖാദർ. അദ്ദേഹം ഒരു മലയാളം അധ്യാപകനായിരുന്നു. ഒരിക്കൽ അദ്ദേഹം ബഷീർ എഴുതിയ ഒരു കഥ വായിച്ചുകൊണ്ടിരിക്കുമ്പോൾ കഥ മുഴുവൻ തിരഞ്ഞിട്ടും അദ്ദേഹത്തിന് ഒരു കാര്യം കണ്ടില്ല. അദ്ദേഹം ബഷീറിനോട് ചോദിച്ചു, ഇതിൽ ആഖ്യയും ആഖ്യാതവും എവിടെ ബഷീറെ എന്ന് ചോദിച്ചു. നിനക്ക് വ്യാകരണം ഒന്നും അറിയത്തില്ലേ, ഇങ്ങനെയാണോ കഥ എഴുതുക എന്ന രീതിയിലൊരു ചോദ്യം വന്നു. ആ സഹോദരൻ ചോദിച്ചു, കാര്യം സഹോദരൻ ഭാഷാധ്യാപകനാണ്, അത്യാവശ്യം വ്യാകരണമൊക്കെ അറിയാം, മലയാള സാഹിത്യമൊക്കെ അറിയാം. ബഷീറിന് പെട്ടെന്ന് കലി വന്നു. തൻ്റെ സഹോദരനോട് അദ്ദേഹം ഇത്തിരി ഉച്ചത്തിൽ തന്നെ പറഞ്ഞു, ഞാൻ ആളുകൾ സംസാരിക്കുന്നത് സാധാരണ മലയാളത്തിലാണ് എഴുതുന്നത്, അതിന് നിന്റെ മണ്ടത്തരം പിടിച്ച ആഖ്യയും ആഖ്യാതവും തിരഞ്ഞ് ഞാൻ നടക്കാറില്ല എന്ന് പറഞ്ഞു. ബഷീറിൻ്റെ ഈ മറുപടി അദ്ദേഹത്തിൻ്റെ എഴുത്ത് ശൈലിയുടെ ഒരു പ്രഖ്യാപനം കൂടിയായിരുന്നു. ഭാഷാ പാണ്ഡിത്യം ബഷീറിൻ്റെ വരികളില്ല, എഴുത്തിലുമില്ല, മറിച്ച് സാധാരണക്കാരുടെ ഹൃദയത്തിൽ തൊടുന്ന രീതിയിൽ അദ്ദേഹം എഴുതി. ബഷീറിന് ഇഷ്ടവും അതായിരുന്നു. അതുകൊണ്ട് തന്നെ ലോകത്തിൽ തന്നെ അറിയപ്പെടുന്ന എഴുത്തുകാരനായി വൈക്കം മുഹമ്മദ് ബഷീർ. പ്രത്യേകിച്ചും ഈ ആർ.ഇ. ആഷർ എന്ന് പറഞ്ഞ ലോകപ്രശസ്തനായ ഒരു ലിംഗ്വിസ്റ്റ് ഉണ്ട്. മറ്റു ഭാഷകളിലേക്കൊക്കെ തന്നെ ബഷീറിൻ്റെ കൃതികൾ ട്രാൻസ്ലേറ്റ് ചെയ്ത ആളാണ് ഈ ആർ.ഇ. ആഷർ. അദ്ദേഹം പറഞ്ഞത് വളരെ പ്രയാസപ്പെട്ട കാര്യമാണ് ഈ ബഷീറിൻ്റെ ചില വാക്കുകൾ മറ്റുള്ള ഭാഷകളിലേക്ക്, പ്രത്യേകിച്ച് ഇംഗ്ലീഷിലൊക്കെ ട്രാൻസ്ലേറ്റ് ചെയ്യുക. കാരണം അദ്ദേഹം എഴുതുന്നത് അദ്ദേഹത്തിൻ്റെ തന്നെ ചില വാക്കുകളുണ്ട്, അദ്ദേഹം കണ്ട് മലയാള സാഹിത്യത്തിന് സംഭാവന ചെയ്ത ചില വാക്കുകളുണ്ട്, അതൊന്നും ഒരു വിവർത്തനത്തിൽ നിന്ന് തരില്ല എന്നുള്ളതാണ് ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം. ഈ ദ ഡിക്ലൈൻ ഓഫ് നായർ ഡോമിനൻസ് ഇൻ കേരള എന്നെഴുതിയ നായർ മേധാവിത്വത്തിൻ്റെ പതനം എന്ന പുസ്തകം എഴുതിയ റോബിൻ ജെഫ്രിയും ഇതേ അഭിപ്രായക്കാരനാണ്. അദ്ദേഹം പറഞ്ഞു, ബഷീറിൻ്റെ കൃതികളൊക്കെ വളരെ ആഴത്തിൽ വായിച്ചറിഞ്ഞ ഒരാളായിരുന്നു ഈ റോബിൻ ജെഫ്രിയും പറഞ്ഞത്, ബഷീറിൻ്റെ പുസ്തകങ്ങൾ വിവർത്തനം ചെയ്യുക എന്ന് പറഞ്ഞാൽ അതിലെ ചില വാക്കുകൾ ഒരിക്കലും നമുക്ക് പിടിതരില്ല. അങ്ങനെ ഏതൊരു വിഷയത്തെയും വളരെ ലളിതവും വളരെ ആത്മാർത്ഥതയോടെയും അവതരിപ്പിക്കാൻ താല്പര്യമുള്ള എഴുത്തുകാരനായിരുന്നു വൈക്കം മുഹമ്മദ് ബഷീർ. അതുകൊണ്ടാണ് കൂടുതൽ ആളുകൾ അദ്ദേഹത്തെ വായിക്കുന്നതും. ഇത്രയോ കാലമായി അദ്ദേഹത്തിൻ്റെ പുസ്തകങ്ങൾ വന്നിട്ട്, അപ്പോൾ ഈ പുസ്തകങ്ങൾക്ക് ഇപ്പോഴും സമകാലികമായി തുടരുന്നതും ഇപ്പോഴും ബഷീറിൻ്റെ പുസ്തകങ്ങൾ സമാനതകളില്ലാത്ത പുസ്തകങ്ങളായി നിലകൊള്ളുന്നതും അതുകൊണ്ട് തന്നെയാണ്. അദ്ദേഹത്തിൻ്റെ ജീവിതത്തിലും അങ്ങനെ തന്നെയായിരുന്നു. വളരെ ലളിതമായ ജീവിതമായിരുന്നു. ലളിതസുന്ദരമായ ജീവിതത്തെ എന്തെല്ലാം മട്ടിൽ നാം സങ്കീർണമാക്കും, വികൃതമാക്കും. ചിലപ്പോൾ എഴുതുമ്പോൾ തന്നെ നമ്മുടെ ഭാഷാ പാണ്ഡിത്യം മുഴുവൻ അതിലേക്ക് വരണമെന്ന് താല്പര്യപ്പെടുന്ന ഒരുപാട് ആളുകളുണ്ട്. ഹൃദയവിശുദ്ധിയോടെ ഹൃദയത്തിൻ്റെ ഭാഷയിൽ ലളിതമായി എഴുതുക, ലളിതമായി ജീവിക്കുക, ലളിതമായി പെരുമാറുക. ലോകത്തിൽ സ്നേഹവും ആദരവും നിങ്ങൾക്ക് തീർച്ചയായിട്ടും തിരിച്ചു കിട്ടും എന്നായിരുന്നു ബഷീറിനെ പോലെയുള്ള ആളുകൾ വിശ്വസിക്കുന്നത്. നമ്മൾ വളരെ വിനയത്തോടെ ലാളിത്യത്തോടെ എതിരെ നിൽക്കുന്ന മനുഷ്യൻ്റെ ജീവിതം മനസ്സിലാകുന്ന രീതിയിൽ ഹൃദയത്തിൻ്റെ ആഴങ്ങളിൽ വരുന്ന ഭാഷയിൽ സംസാരിക്കുക. നിങ്ങൾക്ക് ഒരു എക്സിസ്റ്റൻസ് ഉണ്ടാകും, ഒരു അസ്തിത്വം. അത് നിങ്ങളെ എളുപ്പം തിരിച്ചറിയാൻ നിങ്ങളുടെ എതിരെ നിൽക്കുന്ന ആളിന് ഉപകാരമാകും.